കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ. ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ. ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ. ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ. ആ അപ്പോ ഞാൻ കുറച്ചു മുമ്പ് കൂടി അപ്പുന്റെ കാര്യം ആലോചിച്ചതേ ഉള്ളൂ. ശരിക്കും അതിശയായിരിക്കും ഈ വരവ്. എന്താണാവോ ചിന്തിച്ചത്? അല്ല, കുറച്ചു മുമ്പ് ചേട്ടൻ വന്നപ്പോ ഞാൻ വെറുതെ ഒന്ന് ഓർത്തു, അപ്പു കൂടി കാറിലുണ്ടായിരുന്നെങ്കിന്ന്. ഏകദേശം ഒരു 5-5:30 മണിക്കായിരുന്നില്ലേ നന്ദൻ സാർ ഇവിടെ വന്നത്? അതെ, എന്താ? അല്ല, ഏതാണ്ട് അതേ സമയത്ത് തന്നെ എനിക്കൊരു ടെലിപ്പതി മെസ്സേജ് വന്നു. എന്നെ ഇങ്ങനെ ഒരാള് ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നെന്ന്. പിന്നെ പാവല്ലേ, ഒരാഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തേക്കാന്നോർത്ത് അടുത്ത വണ്ടി പിടിച്ചു. ഓ, അന്യായ തള്ളാണല്ലോ സാറേ. ഞാൻ അത്രയ്ക്ക് ഭീകരമായി കാണണമെന്ന് ആഗ്രഹിച്ചില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തു, അത്രേ ഉള്ളൂ. എന്നാലും വിളിച്ചാ വെളിപ്പുറത്തുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ല. എന്താണാവോ, ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഈ വരവിന്റെ ഉദ്ദേശം? ചുമ്മാ വെറുതെ ഒന്ന് ഞെട്ടിക്കാൻ. അന്നൊരു മുന്നറിയിപ്പില്ലാതെ ചേട്ടന്റെ കൂടെ റെസ്റ്റോറന്റിൽ വന്ന് എന്നെ ഞെട്ടിച്ചില്ലേ, അതിനുള്ള പകരം വീട്ടിലായിട്ട് കൂട്ടിയാ മതി. സമ്മതിച്ചു. എന്നാലും ഈ വരവെനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ആഹാ, ഇതാരും അപ്പോ ഞെട്ടിച്ചല്ലോ താൻ. ആ, ഞെട്ടിയല്ലോ, അത് തന്നെയായിരുന്നു ഉദ്ദേശം. ആ, എന്താ അപ്പോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എനിത്തിങ് സീരിയസ്? ഏയ്, നത്തിങ് സർ, ഒരു പ്രശ്നവുമില്ല. വീട്ടിലിരുന്ന് വല്ലാതെ ബോറടിച്ചപ്പോ വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അരിഞ്ഞു തിരിയണമെന്ന് തോന്നി. ശരിക്കും വേറൊരിടത്തേക്കാ പോകാൻ ഒരുങ്ങിയത്. പക്ഷെ ആദ്യം വന്ന ബസ് ഈ റൂട്ടിലേക്കായിരുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ആ, അതേതായാലും നന്നായി. എങ്കിൽ പിന്നെ തനിക്ക് നേരത്തെ ഇതാകായിരുന്നില്ലേ? നമുക്ക് ഒരുമിച്ചിങ്ങ് പോരായിരുന്നല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്തുള്ള വരവായിരുന്നില്ലല്ലോ ഇത്. പെട്ടെന്ന് തോന്നി, കയറി ഇങ്ങ് പോന്നു. ചുരുക്കി പറഞ്ഞ വീട്ടിൽ നിന്ന് ചാടി പോന്നതാന്ന് ചുരുക്കം. അങ്ങനെയും പറയാം. ആ, ചാടിപ്പോന്നതൊക്കെ കൊള്ളാം. ഗീതാമ്മയടുത്തോട് പറഞ്ഞിട്ടാണോ ഈ വരവ്? ആ കാര്യത്തിൽ സാറിന് ടെൻഷൻ വേണ്ട. വിത്ത് പെർമിഷനാ ഞാൻ അവിടെ ചാടിയത്. പണിക്കർ സാർ എന്ത് പറയുന്നു? കുഴപ്പമില്ല. നമ്മളെ കണ്ണി പിടിക്കുന്നില്ലെങ്കിലും അന്തരീക്ഷം പൊതുവെ ശാന്തമാണ്. അതെ, ഇന്നത്തെ ദിവസം ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നതിൽ ചേട്ടനും അനിയത്തിക്കും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ആ, ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സാരമില്ല. എന്റെ കേസില്ല ചേട്ടന് ഫീസില്ലാത്ത കക്ഷിയല്ലേ. ആ, ഉവ്വ. നിന്ന് വാചം അടിക്കാതെ പോയി പെട്ടെന്ന് അപ്പന്റെ റൂം റെഡിയാക്കി കൊടുക്ക്. അതിന് പ്രത്യേകിച്ച് റെഡിയാക്കാനൊന്നുമില്ല, എല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി ഇട്ടേക്കുവാ. അത് ശരി, അതെങ്ങനെ? അപ്പൊ അപ്പു എന്ന് വരുമെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു? അപ്പു വന്നില്ലെങ്കിലും ഇവിടുത്തെ റൂമൊക്കെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അത് വക്കീലിന് അറിയില്ലേ? ഓ, സോറി, അത് ഞാനങ്ങ് മറന്നുപോയി. അതെ, അക്കോമഡേഷൻ മാത്രം പോരാട്ടോ, രാത്രിയിലെ ആ കഞ്ഞി പയറ് ചമ്മന്തി കോമ്പിനേഷനും കൂടെ വേണം. ഇന്നും കഞ്ഞി മതിയോ? സെയിം റേറ്റിന് വേറെ ഏതെങ്കിലും ഐറ്റം വേണമെങ്കിൽ പരീക്ഷിക്കാം. ഓ വേണ്ടായേ, നമുക്ക് പഴയ റേറ്റിന്റെ പഴയ കഞ്ഞി മതി. ശരി, എന്നാ വന്നോ.
ചെല്, ആ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഹലോ അശ്വതി. ഗീതേച്ചി തിരക്കിലാണോ? അല്ല. എന്താ അശ്വതി, എന്തേ വിളിച്ചത്? ഞാൻ വെറുതെ വിളിച്ചത് ഗീതേച്ചി. കുറച്ച് നാളായല്ലോ അശ്വതി ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട്. പെട്ടെന്ന് അശ്വതിയുടെ കോള് കണ്ടപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരിക്കുന്നു. അങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ അറിയാവുന്നതുകൊണ്ട് ചേച്ചിയോട് എന്താ ചോദിക്കേണ്ടതെന്നും പറയേണ്ടതെന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് എനിക്കറിയാം അശ്വതി, നല്ല വിശേഷങ്ങളല്ലല്ലോ എനിക്കും അങ്ങോട്ട് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ട് വിളിക്കാൻ മടിക്കുന്നത്. വെറുതെ നിങ്ങളെ കൂടെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിക്കും. VP ഏട്ടനിപ്പോ എങ്ങനെയുണ്ട്? VPക്കിപ്പോ അങ്ങനെ വലിയ മാറ്റമൊന്നും പറയാനില്ല അശ്വതി. എന്നാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ എന്തൊക്കെയോ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ഉറക്കം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഒരു ശാന്തത വന്നിട്ടുണ്ട്. ഗീതേച്ചി വിഷമിക്കണ്ട, ഇതൊക്കെ സമയദോഷത്തിൻ്റെന്ന് കരുതിയാ മതി. VP ഏട്ടന് വേഗം സുഖമാവുന്നേ. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. ആ ഒരു പ്രതീക്ഷയിലാണ് അശ്വതി ഞാനും ഓരോ ദിവസം തള്ളി നീക്കുന്നത്. എന്തെങ്കിലും ഒരിക്കൽ എല്ലാം നേരെയാവുമെന്ന് വിശ്വസിച്ച്. അപ്പു വിചാരിച്ചുകൊണ്ട് VP ഏട്ടന് കോടതി ശിക്ഷയെന്ന് ഒഴിവാക്കിയല്ലേ? ആ, ഏതായാലും VP ഏട്ടന് അനുകൂലമായിട്ട് മൊഴി കൊടുക്കാൻ അപ്പുവിന് മനസ്സ് തോന്നിയല്ലോ. അത് തന്നെ ഒരു നല്ല കാര്യമല്ലേ? അതുപോലെ തന്നെ പിണക്കവും അസുഖവും എല്ലാം മാറി അപ്പുവും VP ഏട്ടനും പണ്ടത്തെ പോലെ നല്ല കൂട്ടാവും. ചേച്ചി നോക്കിക്കോ. നമുക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ അശ്വതി. ഈശ്വരൻ എന്താ കരുതി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. എല്ലാം നന്നായി വരുമെന്ന് വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റൂ. പിന്നെ എന്താ അവിടുത്തെ വിശേഷങ്ങൾ? കുട്ടികൾ ടൂർ പോയിരിക്കുകയാണല്ലേ? അതെ, അവര് പോയിട്ട് ഇപ്പൊ 2 ദിവസമായി. അവര് പോയിട്ട് വന്നിട്ട് മാളുവിനെയും ജോബിനെയും കൂട്ടി അശ്വതി ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. എല്ലാരും തമ്മിൽ കണ്ടിട്ട് കുറച്ചായില്ലേ? വരാൻ ചേച്ചി, ഉറപ്പായിട്ടും വരാം. പിന്നെ അപ്പു എന്തു പറയുന്നു? എന്ത് പറയാൻ, അവൾക്ക് ഉടനെ ഒരു സർജറി വേണ്ടി വരും. ഞാൻ അറിഞ്ഞു. എത്രയും വേഗം അതങ്ങ് നടത്താൻ ശ്രമിക്കണം ഗീതേച്ചി. ലേറ്റ് ആവും തോറും റിസ്ക് കൂടുന്ന ജോബിൻ പറയുന്നത്. കഴിവതും നേരത്തെ തന്നെ നടത്താനുള്ള തയ്യാറെടുപ്പില്ല. അതിനുള്ള ട്രീറ്റ്മെന്റും തുടങ്ങിക്കഴിഞ്ഞു. അപ്പു എവിടെ? റെസ്റ്റിലാണോ? അവളിവിടെ ഇല്ല അശ്വതി, ഡേസിയുടെ അടുത്തേക്ക് പോയിരിക്കുക. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞു. ടീച്ചറുടെ വീട്ടിലേക്ക് പോയെന്നോ? എന്നിട്ട് ടീച്ചർ വിളിച്ച് ആ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ തിരക്കിനിടയിൽ ഡേസി മറന്നതാവും. എന്തായാലും ആൾ അവിടേക്കാ പോയത്. അപ്പോൾ അവിടെ ചെല്ലുന്നത് ഡേസിക്ക് ഒരു കൂട്ടാവുമല്ലോ. കുട്ടികൾ തിരിച്ചു വരുന്നത് വരെ ഡേസി അവിടെ തനിച്ചല്ലേ ഉള്ളൂ. അതെ അതെ, അത് നന്നായി. എന്നാ പിന്നെ ചേച്ചിയുടെ ജോലി നടക്കട്ടെ, ഞാൻ സൗകര്യം പോലെ വിളിക്കാം. ശരി അശ്വതി. കുറച്ചു നേരം അശ്വതിയോട് സംസാരിച്ചപ്പോൾ മനസ്സിനാകെ ഒരു ആശ്വാസം. ഇടയ്ക്കൊക്കെ ഇതുപോലെ സമയം കിട്ടുമ്പോൾ വിളിക്കാം അശ്വതി. വിളിക്കാം ചേച്ചി. ശരി എന്നാ, ബൈ. ഓ, മനസ്സിൽ നിന്ന് ഇപ്പോഴാ ഒരു ഭാരം ഒഴിഞ്ഞത്. നീതെന്തു പറയുന്നു? പാവം, എന്തു പറയാൻ. ഞാൻ വിചാരിച്ചത് ഇത്ര നാളും വിളിക്കുക പോലും ചെയ്യാത്തതിന് എന്നോടൊരു നീരസം കാണുമെന്നാ. പക്ഷേ ഗീതേച്ചി ഒരു പിണക്കവും കാണിക്കാതെ സംസാരിച്ചത്. അങ്ങോട്ട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അറിയാതെ ഞാൻ വിഷമിക്കുന്നത് മനസ്സിലാക്കി എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിച്ചു ഗീതേച്ചി. വല്ലാത്തൊരു ആത്മധൈര്യമാണ് ഇപ്പോൾ ഗീതയ്ക്ക്. എന്തു വന്നാലും ഫേസ് ചെയ്യാന്നുള്ളൊരു ചങ്കൂറ്റമാണ് ഞാൻ അവരീ കണ്ടത്. അല്ല, പതറിപ്പോയിട്ടും കാര്യമില്ലെന്ന് ഗീതയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അമ്മ എന്തായാലും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ടീച്ചറുടെ അടുത്തുനിന്ന് മടങ്ങി വരുന്നതിന് മുമ്പ് എനിക്ക് ഗീതേച്ചി ഒന്ന് പോയി കണ്ടാ കൊള്ളാന്നുണ്ട്. പറ്റുമെങ്കിൽ നാളെ തന്നെ ഒന്ന് പോണം.
അവരെ പോയി കാണുന്നതിന് താൻ ഇനി അമ്മയുടെ സമ്മതമൊന്നും വാങ്ങാൻ നിൽക്കട്ടെ. അത്തരം കാര്യങ്ങളൊന്നും അമ്മയെ അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. പറഞ്ഞില്ലെങ്കിൽ പിന്നെ മാള് വഴിയെങ്ങാനും അത് അറിഞ്ഞ അത് മതി അമ്മയ്ക്ക്. നമ്മൾ അമ്മയെ ഒളിച്ചെന്തോ മഹാപരാധം ചെയ്ത മട്ടിലാവും പിന്നെ സംസാരമൊക്കെ. അല്ല, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, അപ്പു ഇപ്പൊ ഇവിടെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ആ കാര്യം എന്താ അമ്മ വിളിച്ചപ്പോ പറയാതിരുന്നത്? അതിന് അപ്പു അവിടെ ഉണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഇപ്പൊ വിളിച്ചപ്പോ ഗീതേച്ചിയാ പറഞ്ഞത് അപ്പു ടീച്ചറുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്ന്. 2-3 ദിവസം ടീച്ചറുടെ ഒപ്പം നിൽക്കാൻ കണക്കാക്കിയാ പോയിരിക്കുന്നതെന്ന്. എന്നാ അപ്പു അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അമ്മ ആദ്യം ആ കാര്യം നിന്നോട് പറയുമായിരുന്നു. നീ പേടിക്കണ്ട, അപ്പു അവിടെ എത്തുമ്പോൾ അമ്മയുടെ വിളിയും എത്തിക്കോളും. ഞാൻ ആലോചിച്ചിട്ട് അതിലൊരു കുഴപ്പമുണ്ടല്ലോ മുരളിയേട്ടാ. കുഴപ്പമോ? എന്തു കുഴപ്പം? അല്ല, അപ്പം 3-4 ദിവസം അവിടെ സ്റ്റേ ചെയ്യാനായിട്ടല്ലേ ചെല്ലുന്നത്. അമ്മയും അവിടെയുണ്ട്. അമ്മയുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോ ഉറപ്പായിട്ടും അപ്പുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ശരിയാ. അപ്പു എന്ന് കേൾക്കുന്നതേ തൻ്റെ അമ്മയ്ക്ക് ചെകുത്താൻ കുരിശു കണ്ടതുപോലെ. അതിൻ്റെ കൂടെ 2-3 ദിവസം അവർ ഒരുമിച്ച് കഴിയും കൂടെ ചെയ്താൽ ഉറപ്പായിട്ടും ഒരു വഴക്ക് പ്രതീക്ഷിക്കാം. അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. പാവം ഡേസി ടീച്ചറിന്റെ കാര്യമാണ് സങ്കടം. സഹായത്തിന് എന്ന ഒരു അവസാനം അവർക്കൊരു ഉപദ്രവമാകാതിരുന്നാൽ മതിയായിരുന്നു. അതെങ്ങനെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റിയൊരു വിഷയമല്ല കേട്ടോ. അമ്മ എന്തെങ്കിലും വാവിട്ട് അപ്പുവിനോട് പറയുന്നുള്ള കാര്യം ഉറപ്പാ. കുറെ പ്രാവശ്യമാകുമ്പോ അപ്പുവിനും കൺട്രോള് പോവും. അവസാനം അത് പൊരിഞ്ഞ വഴക്കിലേ കലാശിക്കും. നമ്മളായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കണോ? സംഗതി നേരാ. താൻ പറഞ്ഞതുപോലെ സംഭവിക്കാൻ 100% ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അശ്വതി? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ടീച്ചറിന് കൂട്ടിന് അപ്പു ഉള്ളത് കൊണ്ട് മുരളിയേട്ടൻ പോയി അമ്മ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരണം. അത് വേണോ അശ്വതി? ആ ഒരു കാരണം പറഞ്ഞ് നമ്മൾ അമ്മയെ വിളിക്കാൻ ചെന്നാൽ ടീച്ചർ എന്തു വിചാരിക്കും? ആരെങ്കിലും ഒരാൾ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കില്ലേ? ഏയ്, ടീച്ചർ അങ്ങനെയൊന്നും കരുതില്ല. ചിലപ്പോ ടീച്ചർക്കും അമ്മ അവിടെ നിൽക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. രണ്ടുപേരെയും സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. നമ്മളെ വിചാരിച്ചിട്ടാവും ടീച്ചർ മറുത്തൊന്നും പറയാതിരുന്നത്. അത് ശരിയാ. അതുമാത്രമല്ല, അപ്പുവിന്റെ കൂടെ അവിടെ നിൽക്കാൻ അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, മുരളിയേട്ടൻ കുറച്ചുകൂടെ കഴിഞ്ഞ് അമ്മയൊന്ന് വിളിച്ചു നോക്ക്. നമ്മളായിട്ട് അങ്ങോട്ട് ചോദിക്കാനും നിർബന്ധിക്കാനൊന്നും പോവണ്ട. അപ്പു അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അമ്മ ഉറപ്പായിട്ട് മുരളിയേട്ടനോട് അങ്ങോട്ട് ചെല്ലാൻ പറയും. ആ, ഞാനൊന്ന് വിളിക്കാം. കുറച്ച് കഴിയട്ടെ. അപ്പോ അവിടെ നീ വിളിച്ചില്ലേ? വിളിച്ചു, ഇപ്പൊ വരാന്ന് പറഞ്ഞു. അല്ല, വക്കീലും വക്കീലിന്റെ കക്ഷികളും ഒരുപോലെ കഞ്ഞി പാർട്ടീസ് ആണല്ലോ. എങ്ങനെ? അത് ശരി. എന്നാ ഇനി മുതലേ രാത്രി നല്ല ഹെവി ആയിട്ടുള്ള മെനു തന്നെ തന്നേക്കാം. പാവം തനിച്ചല്ലേ ഉള്ളൂ, അധികം പണിയെടുപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അല്പം ദയവ് കാണിച്ചപ്പോ നീ എന്നെയും എന്റെ ക്ലയന്റിനെയും കഞ്ഞികളാക്കി അല്ലടി? ആഹാ, കൊള്ളാലോ. വക്കീല് വേറെ റൂട്ടിലോട്ടാണല്ലോ കേസ് കൊണ്ടുപോകുന്നത്. എന്താ ചേട്ടൻ അനിയത്തിയും കൂടി ഉടക്ക വല്ലതാണോ? അല്ല പോ, നമ്മൾ ഇത്തിരി മനുഷ്യത്വം വിചാരിച്ച് രാത്രി കഞ്ഞിയും ചമ്മന്തിയും കുടിക്കാൻ തയ്യാറായപ്പോ ഇവിടെ നൈസായിട്ട് നമ്മളെ ട്രോളാൻ വരുന്നു. വക്കീലും വക്കീലിന്റെ കക്ഷികളും കഞ്ഞിപ്പാട്ടീസാണെന്ന്. സംഗതി ലേശ സത്യമാണെങ്കിലും നമുക്കത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? വെറുതെ അപ്പു കഴിഞ്ഞ തവണ വന്നപ്പോഴും എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് കഞ്ഞിയും പയറും മതിയെന്ന് പറഞ്ഞില്ലേ? ഇത്തവണ അത് തന്നെ മതിയെന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. സത്യം പറഞ്ഞാലേ എനിക്ക് ഈ കഞ്ഞിയും പയറും സെറ്റപ്പ് തീരെ താല്പര്യമില്ലാത്തൊരു പരിപാടിയാ. പക്ഷെ VPക്ക് വക്കീൽ സാറിന്റെ കൂട്ട് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ചിലപ്പോ അമ്മ VPക്ക് വേണ്ടി കഞ്ഞിയും പുഴുക്കൊക്കെ ഉണ്ടാക്കും. അമ്മയ്ക്കും അത് അത്ര ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് അതുപോലുള്ള ദിവസങ്ങളിൽ ഞാനും അമ്മയും പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കും. കണ്ടോ ഏട്ടാ, അപ്പു ഇവിടെ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ കഞ്ഞി പരിപാടി നമുക്കൊന്ന് മാറ്റി പിടിക്കാന്ന്. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ തവണ ആതിര ഉണ്ടാക്കി തന്ന ആ കഞ്ഞിയും ചമ്മന്തിയും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാ ഇന്നും അത് തന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോ ആതിര പറഞ്ഞു ശരിയാ, ഞാനും ഒരു കഞ്ഞി പാർട്ടി ആയിന്നാ തോന്നുന്നത്. ആ,
ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൂൻ്റെ ഈ വരവ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ലി വിസിറ്റ് തന്നെയാണോ, അതോ ഇതിന്റെ പിന്നിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? സത്യം പറഞ്ഞാ ഞാനിന്ന് ഇങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശിച്ചല്ല. ഞാൻ ഡെയ്സി ആന്റിയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. പക്ഷെ പെട്ടെന്ന് തോന്നി റൂട്ടൊന്ന് മാറ്റി പിടിക്കാന്ന്. അങ്ങനെ തോന്നിയതിന് ചെറിയൊരു കാരണമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്താ അപ്പോ, വീട്ടിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടായോ? ഏയ് നത്തിങ്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ ചില മുൻകരുതൽ എടുക്കേണ്ട സമയമായിരുന്നു സർ. ഈ വരവിൽ സാറുമായിട്ട് അത്തരം ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അന്ന് റെസ്റ്റോറന്റ് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞ കാര്യത്തെ പറ്റിയാണോ? പണിക്കർ സാറിന് വേണ്ടി അപ്പൂന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്തുന്ന കാര്യം? അതെ സർ. ആ കാര്യം നമുക്ക് കുറച്ചുകൂടി ഗൗരവത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പു എന്താ അതിനെപ്പറ്റി മനസ്സിൽ കണ്ടേക്കുന്നെന്ന് അറിഞ്ഞാലേ നമുക്ക് കൂടുതൽ എന്തെങ്കിലും. എനിക്ക് സാറിനോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഡിന്നർ കഴിഞ്ഞ് മറ്റു തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ കുറച്ചു നേരം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമോ? പിന്നെന്താ, ഞാൻ ഫ്രീയാ. നമുക്കെന്നാ ഇത് കഴിഞ്ഞിട്ട് അങ്ങിരിക്കാം. എന്താ? അപ്പൊ രണ്ടുപേരും കൂടി ഇന്ന് നേരം വെളുപ്പിക്കാനുള്ള പരിപാടിയാ? അല്ല, വല്ല കട്ടൻ ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കരുതണോ? ഏയ് അതൊന്നും വേണ്ട. അതിന് മാത്രം സമയമൊന്നും ഞാൻ നന്ദൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഏറിയാൽ ഒരു അരമണിക്കൂർ, അത് മതിയോ? ഓർഡർ കഴിച്ചില്ലല്ലോ. ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വേണ്ടെന്നേ, ഇപ്പൊ ഞങ്ങളുടെ കൂടെ കഴിക്കാമല്ലോ. തണ്ണിരിക്ക. ഇരിക്കടോ, ഞാൻ വിളമ്പാം. അങ്ങനെ ഇപ്പോ താൻ മാത്രം ഞങ്ങളുടെ കഞ്ഞി പരിപാടിയിൽ നിന്ന് ഊരിപ്പോവാൻ നോക്കണ്ട, അല്ലേ സർ? വളരെ ശരിയാ. ടീച്ചർ ഒന്ന് ഇത്രയും താമസിച്ചിട്ടാണോ അത്താഴം കഴിക്കുന്നത്? ജോബിൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരാൻ ഏകദേശം 8 മണി കഴിയും. പിന്നെ അവൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വരുമ്പോഴേക്കും 8:30 മണിയാവും. അവനോടൊപ്പം ഇരുന്ന് കഴിച്ച് ഇപ്പൊ ആ സമയം ഒരു ശീലമായി. അയ്യോ, എനിക്ക് അത്രയും താമസിച്ചൊന്നും അത്താഴം കഴിക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. 7:30 കുങ്കുമപ്പാടം സീരിയൽ കഴിഞ്ഞ ഉടനെ ഞാൻ എന്താന്ന് വെച്ചാൽ അങ്ങ് കഴിക്കും. ആഹാരം കഴിഞ്ഞ് 1-2 ഗുളിക കഴിക്കാനുള്ളതാണേ. അതും കഴിഞ്ഞ് 8:30 പൗത്രക്കെട്ട് സീരിയൽ കഴിയുമ്പോഴേക്കും ഞാൻ കട്ടിൽ പിടിച്ചിരിക്കും. അല്ല, ടീച്ചർ TV-യിലെ സീരിയലൊന്നും കാണാറില്ലേ? അങ്ങനെ പതിവായിട്ട് കാണാറില്ല. അഥവാ കാണണമെന്നുണ്ടെങ്കിൽ സീരിയലും ന്യൂസും ഒക്കെ ഫോണിൽ കാണാമല്ലോ. ആ, അത് കാണാം. എൻ്റെ ഈ സീരിയൽ ഭ്രാന്ത് കാരണം അശ്വതി എൻ്റെ ഫോണിലും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും TV കാണുന്നത് പോലുള്ള ഒരു സുഖം ഫോണിൽ കിട്ടില്ല. ഇന്ദിരാമയ്ക്ക് വേണമെങ്കിൽ ഇവിടുത്തെ TV കാണാലോ. ഓ, ഇനിയിപ്പോൾ വേണ്ട, കിടക്കാൻ നേരമായല്ലോ. അല്ലെങ്കിൽ ഇവിടെ വന്നേ പിന്നെ TV കാണലും ഉറക്കമോ ഒന്നും ഒരു സുഖമാകുന്നില്ല. എനിക്ക് കൂട്ടുനിൽക്കാൻ വന്ന് ഇന്ദിരാമ്മയുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി അല്ലേ? ഓ, അതൊന്നും സാരമില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ള ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. പിള്ളേര് തിരിച്ചു വരുമ്പോൾ എനിക്കങ്ങ് പോകാമല്ലോ. കുട്ടികൾ തിരിച്ചു വരുന്നത് വരെ എന്തിനാ ഇന്ദിരാമ്മ ബുദ്ധിമുട്ടുന്നത്? ഞാനിവിടെ തനിച്ചാവൂന്ന് കരുതിയിട്ടാണെങ്കിൽ അതോർത്ത് വിഷമിക്കണ്ട. നാളെ അപ്പു ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പു എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അതിന്റെ ആവശ്യം എന്താ ഇപ്പൊ ഇവിടെ? ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ആ കുട്ടിയായിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേണ്ടാന്ന് പറയുന്നത് മോശമല്ലേ? എന്ത് മോശം? ദേ ടീച്ചറെ, പറയുന്നത് കൊണ്ട് എന്നോട് അലോഹ്യമൊന്നും തോന്നരുത്. ആവശ്യമൊന്നും ഇല്ലെങ്കിൽ അപ്പൂനെ പോലുള്ളവരുമായിട്ട് അധികം സഹകരിക്കാതിരിക്കുന്നതാ നല്ലത്. നമ്മൾ കുടുംബക്കാരെ പോലുള്ളവർക്ക് ചേർന്ന തരവല്ലെന്നേ. എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പു ഇവിടെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു ദോഷവും ഉണ്ടായിട്ടുമില്ല. അതൊക്കെ ടീച്ചറിന്റെ ശുദ്ധഗതി കൊണ്ട് തോന്നുന്നതാ.
മാളും അപ്പവും തമ്മിൽ എന്താ കൂട്ടുകെട്ടെന്ന് ടീച്ചറിനറിയാലോ. ഒടുക്ക എന്തായി? അവളെ അവിടുന്ന് പറിച്ചു മാറ്റിയപ്പോഴല്ലേ നമ്മുടെ കുട്ടികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള യോഗം ഉണ്ടായത്. കല്യാണം നീണ്ടുപോയത് അപ്പുവിന്റെ ദോഷം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ടീച്ചറിന് ആ കൊച്ചിനോടുള്ള ഇഷ്ടം കൊണ്ടാ മറുത്തൊന്നും തോന്നാത്തത്. വാസ്തവത്തിലേ അതൊരു ഗ്രഹണം പിടിച്ച ജന്മമാ. എവിടെ കാലുകുത്തിയാലും അവിടെ മുച്ചൂട് മുടിയും. അതാ അനുഭവം. അതുകൊണ്ട് ടീച്ചർ ഒരു കാര്യം ചെയ്യും, അതിനെ വിളിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞ് അതിന്റെ വരവങ്ങ് ഒഴിവാക്കിയേക്ക്. എന്തായാലും അപ്പു വരാന്ന് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ, ഇനി ഞാനായിട്ട് അങ്ങോട്ട് വിളിച്ച് വരണ്ടാന്ന് പറയാൻ പോകുന്നില്ല. അപ്പു വരുന്നതുകൊണ്ട് ഇന്ദിരാമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുരളിയെ വിളിച്ചു പറയാം. എന്തിന്? അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ മുരളി വന്ന് ഇന്ദിരാമ്മയെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളുമല്ലോ. ഏയ്, അതിന്റെ ഒന്നും ഒരു കാര്യമില്ല ടീച്ചറെ. അപ്പോ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നെന്നും പറഞ്ഞ് ഞാൻ എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ടൂറ് പോകുന്നതിന് മുമ്പ് എന്റെ മാളു പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതാ, ഡേസി ആന്റിയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അപ്പു വരുന്നെന്നും പറഞ്ഞ് ഞാൻ ടീച്ചറെ കളഞ്ഞിട്ട് പോയാല് മാളു എന്നോട് പിണങ്ങും. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ഏറ്റെടുത്ത അത് പൂർത്തിയാക്കിയിട്ടേ പിന്മാറും. അതെനിക്ക് നിർബന്ധ. ആര് വേണേലും വന്നോട്ടെ. അവരെ പേടിച്ച് ടീച്ചറെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നേ ഇല്ല.